Question note ചെയ്തു. sir. Okay. Question mean ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂബ് ഓഫ് 30 mm side resting on one of its edge on HP such that one of its square face containing that edge is inclined at 30 degree to HP and the edge on which it rests being inclined to 60 degree to VP. അപ്പം ഇതിനകത്ത് രണ്ട് കേസും തന്നിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ക്യൂബ് എന്ന് പറയുന്നത് 30 mm ആണ് അതിന്റെ സൈഡ്. 30 mm ആണ് സൈഡ്. ക്യൂബിന്റെ സൈഡ് 30 mm ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടുത്ത പറഞ്ഞിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് റെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് ഓൺ HP such that one of the square face containing the edge കണ്ടെയ്ൻ ചെയ്യുന്ന സ്ക്വയർ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി. ഇൻക്ലിനേഷൻ ടു HP എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അതിന്റെ കൂടെ ഒരു കേസ് കൂടെ നിങ്ങൾ എഴുതണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് ഓഫ് സ്ക്വയർ ഫേസ് ആണ്. എഡ്ജ് ഓഫ് സ്ക്വയർ ഫേസ് ആണ് ഇൻക്ലൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി രണ്ടാമത് എഴുതിയിരിക്കുന്നത് എന്താണ്? ദ എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ് ഈസ് ഇൻക്ലൈൻ ടു 60 ഡിഗ്രി. VP-യിലേക്കുള്ള ഇൻക്ലിനേഷൻ 60 ഡിഗ്രി ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് അതിന്റെ എഡ്ജ്, അത് റെസ്റ്റ് ചെയ്യുന്ന എഡ്ജിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? 60 ഡിഗ്രിയിലേക്ക് ഇൻക്ലൈൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ. പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാം. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്തല്ലോ? ക്വസ്റ്റ്യൻ ക്ലോസ് ചെയ്യാണ്. ഓക്കെ. ഇനി ബോർഡിൽ നിങ്ങൾ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്യൂബ് എടുക്കുക. അപ്പം ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബിന്റെ എല്ലാ സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? 30, 30, 30, 30 ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ എഡ്ജ് എന്ന് പറയുന്നതാണ് എവിടെ റെസ്റ്റ് ചെയ്യുന്നത്? സ്ക്വയർ എഡ്ജ് എവിടെ റെസ്റ്റ് ചെയ്യുന്നു? HP-യില് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ടില് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്ക്വയർ എഡ്ജ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സ്ക്വയർ ഷേപ്പും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നതും സ്ക്വയർ ഷേപ്പാണ്. അപ്പം അത് നമുക്ക് ആദ്യം വരയ്ക്കാം. സിമ്പിൾ ഫിഗറായ ടോപ്പ് വ്യൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബുക്കിനെ ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡില് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ റെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട് വ്യൂ 30 ഡിഗ്രി 30 mm ഞാൻ വരയ്ക്കുന്നു. 30 mm ഞാൻ മെൻഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് ഞാൻ നെയിമിംഗ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവിടുന്ന് പ്രൊജക്ഷൻസ് ഞാൻ താഴേക്ക് എടുത്തിട്ട് ടോപ്പ് വ്യൂ ഞാൻ മാർക്ക് ചെയ്തു. ടോപ്പ് വ്യൂക്ക് ഞാൻ ആദ്യം നെയിമിംഗ് കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കാണുമ്പോൾ ടോപ്പ് വ്യൂ ABCD ടോപ്പ് വ്യൂ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് 1 2 3 4 പ്രൊജക്ഷൻസ് എടുക്കുന്നുണ്ട്. പിന്നെ സെന്റർ ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഇതിന്റെ സെന്റർ ആക്സിസ് എന്നുള്ള രീതിയിൽ ഞാനൊരു O മാർക്ക് ചെയ്യുന്നു. OP എന്നുള്ളതാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പിരമിഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് സ്ക്വയർ പിരമിഡ് ആവും. അപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നത്? O ബ്രാക്കറ്റിൽ ഞാൻ P എന്ന് നോട്ട് ചെയ്തു. ഇതിൽ നിന്ന് എനിക്ക് പ്രൊജക്ഷൻസ് എടുക്കാം. കാരണം ഞാൻ ആക്സിസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ഷൻസ് ഞാൻ മുകളിലേക്ക് എത്തിക്കും. അപ്പൊ പ്രൊജക്ഷൻസ് എടുക്കുന്നു. നെയിമിംഗ് കൊടുക്കുന്നു. മേളിൽ എന്ത് വരും? A ഡാഷ് B ഡാഷ് വരും. ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ട്? D ഉണ്ട്, C ഉണ്ട്. അപ്പം A ഡാഷിന്റെ ഓപ്പോസിറ്റിൽ D ഡാഷും B ഡാഷിന്റെ ഓപ്പോസിറ്റില് C ഡാഷും. അതുപോലെ തന്നെ 1 ഡാഷ് 2 ഡാഷ് വരും. ഓപ്പോസിറ്റില് 3 ഡാഷ്. ഇവിടെ 1 ഡാഷിന്റെ ഓപ്പോസിറ്റില് 4 ഡാഷ്. ഓക്കെ ആണോ? ഇതാണ് സിമ്പിൾ ഫിഗേഴ്സ് വരുന്നത്. മനസ്സിലായോ?
മനസ്സിലായി സാർ. ഓക്കെ, അപ്പം അതിനുശേഷം എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ എഡ്ജ്. നമ്മളിപ്പോ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ക്യൂബിനെ ഇതിന്റെ സ്ക്വയർ എഡ്ജിൽ 30 ഡിഗ്രി ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻക്ലൈൻ ചെയ്യുന്നു. അപ്പം ഈ ഒരു പൊസിഷനിൽ വരും. ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഫ്രണ്ട് വ്യൂവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 30 ഡിഗ്രിയിലേക്ക് ഇൻക്ലൈൻ ചെയ്യും. അപ്പം കുറച്ച് സ്പേസ് മാറിയിട്ട് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റ് ആയിരിക്കും എന്റെ 2' എന്ന് പറയുന്നു. 2', 3' ഞാൻ മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് 30 ആംഗിളിൽ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. 30 ആംഗിളിൽ ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇവിടം വരെയാണ് എന്ന് പറയുമ്പോൾ 30 mm തന്നെ ഞാൻ എടുക്കുന്നു. ആ പോയിന്റ് ആയിരിക്കും എന്റെ 1', 4' എന്ന് പറയുന്ന പോയിന്റ്. എന്നിട്ട് എന്താണ്? ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഞാൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ 30 mm ഞാൻ എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ ആണോ? ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. ഇത് വരുമ്പോ B', C' വരും. അതുപോലെ തന്നെ A', D' വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ ഇപ്പം HP-മായിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം HP-മായിട്ടുള്ള ഇൻക്ലിനേഷൻ എടുത്തു. അതിനുശേഷം പ്രൊജക്ഷൻസ് എല്ലാ പോയിന്റിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? പ്രൊജക്ഷൻസ് താഴേക്ക് എടുക്കുന്നു. മാർക്ക് ചെയ്യണമെങ്കിൽ ഈ O' നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ O', P' എന്നുള്ള പൊസിഷനും വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് P', ഇത് O'. ഇത്രയും ഡിസ്റ്റൻസ് എടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി. അതിന്റെ ലൈൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? താഴേക്ക് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ വീണ്ടും പ്രൊജക്ഷൻസ് എടുക്കുന്നു. DL 4 C വരും, 3 വരും. അപ്പം ഇവിടെ നിന്ന് പ്രൊജക്ഷൻസ് എടുക്കുന്നു. ആദ്യം എവിടെയാണ് വരുന്നത്? 4 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ 4 വരും. അതിനുശേഷം വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം ഇവിടെ എന്താണ്? D എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. D മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്തൊരു ഇവിടെ 3 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. 3 മാർക്ക് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ എന്തൊരു C വരും. അപ്പം 4 ഉണ്ട്, D ഉണ്ട്, C ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ അതെല്ലാം ഈ പോയിന്റ് മാർക്ക് ചെയ്യും. അതിനുശേഷം എന്താണ്? ഇവിടെ എന്താണ്? A1, B2 വരുന്നത്. A1 എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോ ഇത് 1 എന്ന് പറയുന്ന പോയിന്റ്. അടുത്തത് ഇത് വരുമ്പോ A എന്ന് പറയുന്ന പോയിന്റ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് B, 2. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് B. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോയിന്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? P വരും. ഇവിടെ പ്രൊജക്ഷൻ ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് O. എന്നിട്ട് എന്താണ്? ഈ പോയിന്റ് ജോയിൻ ചെയ്യാം. ഈ പോയിന്റ് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ൽ നിന്ന് എവിടേക്കാണ്? ഇനി ഇവിടെ നിന്ന് ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കാം. ഈ ഒരു പൊസിഷനിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? 1' എന്ന് പറയുന്ന പോയിന്റ്, ഈ ഒരു ലൈൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1' A എന്ന് പറയുന്ന പോയിന്റ്. അപ്പം ഇവിടെ നിന്ന് 1ൽ നിന്ന് Aയിലേക്കുള്ള പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു എഡ്ജ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 2', 3' എന്ന് പറയുന്ന ഒരു എഡ്ജ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം 2', 3' എന്ന് പറയുന്ന ആ ഒരു ലൈൻ, ഈ ഒരു ലൈൻ നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ടഡില് വരയ്ക്കണം. 2ൽ നിന്ന് 3ലേക്കുള്ള, കാരണം 2', 3' എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഈ മോളിൽ നിന്ന് നോക്കുമ്പോൾ, ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 2' കാണാൻ പറ്റാത്തതുകൊണ്ടാണ് 2ൽ നിന്ന് 3ലേക്കുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുന്നത്. കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇത് ഡോട്ടഡ് ലൈൻസ് ആണ്. അതിനുശേഷം എന്താണ്? ബാക്കി വരുന്ന എല്ലാ ലൈൻസും എന്ത് ചെയ്യുന്നു? നമ്മൾ ജോയിൻ ചെയ്യുന്നു. 4ൽ നിന്ന് 3ലേക്കും 1ൽ നിന്ന് 2ലേക്കും ഉള്ളത് മാർക്ക് ചെയ്യുന്നു. സെയിം രീതിയിൽ തന്നെ എവിടെ വരുന്നുണ്ട്? ഈ ഡിയിൽ നിന്ന് എവിടേക്ക് വരുന്നുണ്ട്? ഡിയിൽ നിന്ന് എയിലേക്കും
ബിയിൽ നിന്ന് സിയിലേക്കും, സിയിൽ നിന്ന് ബിയിലേക്കും, ബിയിൽ നിന്ന് എയിലേക്കും. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഒരു റെക്ടാങ്കുലർ ഷേപ്പ് വരുന്നുണ്ട്, റെക്ടാങ്കുലർ ഷേപ്പാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം വേണമെങ്കിൽ പിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ആക്സിസ് ഡോട്ടഡ് ലൈൻ കാണിക്കും. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് 4 ഫിഗേഴ്സ് കിട്ടി. ഇത് എക്സ്ട്രീമായിട്ടുള്ളത്, ഇത് സിമ്പിൾ ഫിഗർ, ഇത് സിമ്പിൾ ഫിഗർ, ഇത് എക്സ്ട്രീമായിട്ടുള്ളത്. ഇനി ഒരു ആംഗിൾ കൂടെ തന്നിട്ടുണ്ട്, ബിപിയുമായിട്ടുള്ള. ബിപിയുമായിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? XY ലൈനിന് താഴെ ആയിരിക്കണം നമ്മൾ വരയ്ക്കുന്നത്. XY ലൈനിന് താഴെ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? റെസ്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? റെസ്റ്റ് ചെയ്യുന്ന എച്ച് എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന 2' 3' എന്ന് പറയുന്നത് ഈ ഒരു ലൈനിലാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പം ആ റെസ്റ്റ് ചെയ്യുന്ന ലൈനെ നമ്മൾ എന്ത് ചെയ്യണം? ആ റെസ്റ്റ് ചെയ്യുന്ന ലൈനെ നമ്മൾ 60 ഡിഗ്രിയിലേക്ക് ഇൻക്ലൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ്? 2' 3' എന്ന് പറയുന്ന ലൈൻ നമ്മൾ എന്താക്കി മാറ്റണം? 60 ഡിഗ്രിയിലേക്ക് ഇൻക്ലൈൻ ചെയ്യണം. 2, 3 എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 30 എന്നാണ്. അപ്പം അത് നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 60 ഡിഗ്രിയിലേക്ക് ഇൻക്ലൈൻ ചെയ്യുമ്പോൾ, 60 ഡിഗ്രിയിലേക്ക് ഇൻക്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഇതിനെ നമ്മൾ 60 ഡിഗ്രിയിലേക്ക് ഇൻക്ലൈൻ ചെയ്യണം. അപ്പം 60 ഡിഗ്രിയിലേക്ക് നമ്മൾ ഇൻക്ലൈൻ ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ബാക്കി വരുന്ന ഇത് 90 ആണ് അല്ലെ? ബാക്കി വരുന്ന ആംഗിൾ എത്രയാണ്? ബാക്കി വരുന്ന ആംഗിൾ എത്രയാണ്? 30 അല്ലേ? 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 ആൻസർ. ഓക്കെ, അപ്പൊ 30 എന്ന് പറയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ 3 to 2ൽ നിന്ന് 3ലേക്കുള്ള ഈ ലൈനെ നമ്മൾ എന്ത് ചെയ്യണം? 60 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു പോയിന്റ് 4 എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എന്താക്കി മാറ്റണം? 30 ഡിഗ്രിയിലേക്ക് ഇൻക്ലൈൻ ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ചെയ്യാം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ എഡ്ജ് ഇവിടെ മീറ്റ് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കണ്ടീഷൻ ചെയ്യാം. ഒരു 60 ഡിഗ്രിയില് ഇത് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 60 ഡിഗ്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ മീറ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് ആ പോയിന്റിനെ 3 ആയിട്ട് മാർക്ക് ചെയ്യണം. 3 ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യാം? അവിടെ നിന്ന് 30 ഇത് എടുത്തിട്ട് 2 മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം 2 സൈഡിലേക്ക് വരച്ചതിന് ശേഷം അതെന്ത് ചെയ്യാം? ഈ ഒരു അളവിന് കറക്റ്റ് ആയിട്ട് അത് 60-ലാക്കാം എന്ന് പറയുമ്പോൾ ഈ 3യിൽ നിന്ന് എവിടെ ഈ ഒരു ഡിസ്റ്റൻസ് 4 വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 3യിൽ നിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസ് മാർക്ക് ചെയ്യുക. ഒരു ലൈൻ, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇങ്ങനെ മനസ്സിലായല്ലോ? 60 ഡിഗ്രി നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കാം. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ചതിന് ശേഷം ആ ലൈനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറി 3 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അവിടെ നിന്ന് 30 എടുത്തിട്ട് 2 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. ഇത്ര ഓക്കെയാണല്ലോ? എന്നിട്ട് 3യിൽ നിന്ന് 90 ഡിഗ്രി എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ താഴേക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 3യിൽ നിന്ന് 4 വരെയുള്ള ഡിസ്റ്റൻസ്, 3യിൽ നിന്ന് 4 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക. 4 എന്ന് വരും, ഇവിടെ വരും സി എന്നും വരും. 3യിൽ നിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് എന്താണ് അത് പാരലൽ ആയിട്ട് വരയ്ക്കാം. 2ന് പാരലൽ ആയിട്ട് വരച്ചിട്ട് അത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് വരും ബി വരും, ഈ പോയിന്റ് എന്ന് പറയുന്നത് 1 വരും. ഇനി ഇത് മീറ്റ് ചെയ്യരുത് 2 ഫിഗർ, കാരണം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മീറ്റ് ചെയ്ത് വരച്ചേക്കുന്നത്. ഈ 2 ഫിഗറും മീറ്റ് ചെയ്യാതെ വേണം വരയ്ക്കാൻ.
അതിനുശേഷം എന്ത് ചെയ്യാം, 1 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം 3യിൽ നിന്ന് ബി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം. ആ ലൈൻ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് എ. അതിനുശേഷം ഇത് ഡോട്ടഡ് ആകാം. ഓക്കെ ആണ്. അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന അതേ റെക്ടാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് മാറ്റുന്നു. അതിനുശേഷം എന്താണ്, ഇവിടെ നിന്ന് എല്ലാവർക്കും പ്രൊജക്ഷൻസ് മുകളിലേക്ക് എടുക്കുക. എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻസ് നമ്മുടെ മുകളിലേക്ക് മാറ്റുക. എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻസ് മുകളിലേക്ക് മാറ്റിയിരുന്നു. ഓക്കെ ആണല്ലോ. പ്രൊജക്ഷൻസ് മാർക്ക് ചെയ്തതിനു ശേഷം ഈ വണ്ണം ഇവിടുത്തെ വന്നു, ഇവിടുത്തെ ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു, 1 4 എക്സ്റ്റെൻഡ് ചെയ്തു. അത് ഇവിടുത്തെ വണ്ണിൽ മീറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് വരുന്ന വണ്ണിലേക്ക് ഞാൻ മീറ്റ് ചെയ്യാം. അപ്പൊ ഈ പോയിന്റ് ആണ് 1 എന്ന് പറയുന്നത്. ഞാൻ അതിനെ 1' മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, എയിൽ നിന്ന് ഇവിടുത്തെ എയിലേക്ക് വരുന്ന പോയിന്റ്, ഈ ഒരു പോയിന്റ്. അപ്പൊ ഇതെന്ന് പറയുന്നത് A' ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് 2ൽ നിന്ന് ഇവിടുത്തെ 2, ഈ ഒരു 2ലേക്കുള്ള ഈ ലൈനിനെ 2 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അടുത്ത ബിയിൽ നിന്ന് ഇവിടുത്തെ ബിയിലേക്ക് വരുന്നത് ബി. ഓക്കെ. അതിനുശേഷം ഇത് 4 ആണ്. ഇവിടുന്ന് 4ൽ നിന്ന് വരുന്ന ലൈൻ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇത് 4 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. എല്ലാം ഡാഷ് കൊണ്ടാണ്, ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട്. പിന്നെ അതിനുശേഷം എന്താണ്, ഈ ഒരു പോയിന്റ് പറയുമ്പോൾ ഡിയിൽ നിന്ന് പറയുമ്പോൾ ഈ ഒരു ലൈൻ ഞാൻ ഡി ആയിട്ട് മാർക്ക് ചെയ്യുന്നു, ഡി ഡാഷ്. ഓക്കെ. 3യിൽ നിന്ന് ഇവിടുത്തെ 3 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ്, ഞാൻ ഡി ഡാഷ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ലാസ്റ്റ് സിയിൽ നിന്ന് ഇവിടുത്തെ സി ഡാഷ്. ഓക്കെ ആണല്ലോ. ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ ജോയിൻ ചെയ്യാം. 1ൽ നിന്ന് 2ലേക്ക് ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ 2ൽ നിന്ന് 3ലേക്കും 1ൽ നിന്ന് 4ലേക്കും അതുപോലെ തന്നെ ജോയിൻ ചെയ്യും. കാരണം ഇവിടെ എനിക്കൊരു സ്ക്വയർ ഷേപ്പ് കിട്ടുന്നുണ്ട്. സ്ക്വയർ ഷേപ്പ് 1 2 3 4 എന്ന് പറയുമ്പോൾ 1' 2' 3' 4' ജോയിൻ ചെയ്തതാണ്. അതേപോലെ തന്നെ A, B', C', D', 4' ഞാൻ ജോയിൻ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ 2 സൈഡിൽ ഒരു സ്ക്വയർ ഷേപ്പ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ബാക്കി ലൈൻസുമായിട്ട് ഞാനത് ജോയിൻ ചെയ്യണം. ബാക്കി ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എയിൽ നിന്ന് 1ലേക്ക് ജോയിൻ ചെയ്യണം, ബിയിൽ നിന്ന് 2ലേക്ക് ജോയിൻ ചെയ്തു, സിയിൽ നിന്ന് 3ലേക്ക് ജോയിൻ ചെയ്തു. ഇത്രയും ലൈൻസ് ഞാൻ എന്ത് ചെയ്തു, ഡാർക്ക് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് അടുത്തേക്ക് കൊണ്ടുവരാം. കേട്ടോ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്യൂബിന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ 6th ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഫൈനൽ ഫിഗറായ 6ാമത്തെ ഫിഗർ വരുമ്പോൾ ഒരു ക്യൂബിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിനകത്തിലെന്ന് പറയുമ്പോൾ ഹിഡൻ ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. ഹിഡൻ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4' നിന്ന് ഡിയിലേക്കുള്ള ഈ ഒരു ലൈൻ എന്താണ്, നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 4' D' നമുക്ക് കാണാൻ പറ്റത്തില്ല. സെയിം അതുപോലെ തന്നെ എന്താണ്, 4' D' കാണാൻ പറ്റത്തില്ലെങ്കിൽ 4ൽ നിന്ന് 1ലേക്ക് വരുന്ന ലൈൻസും നമുക്ക് എന്തായിരിക്കും, ഹിഡൻ ലൈൻസ് ആയിരിക്കും. അതുപോലെ തന്നെ 4' നിന്ന് 3ലേക്ക് വരുന്ന ലൈൻസും ഹിഡൻ ആയിരിക്കും. 4' 3' ലൈന് ഹിഡൻ ലൈൻസ് ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഇനി ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഫൈനൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തേക്കുന്ന
ചെയ്തിരിക്കുന്ന പോലെ തന്നെ ആദ്യം 2 സിമ്പിൾ ഫിഗേഴ്സ് വരച്ചു. സിമ്പിൾ ഫിഗേഴ്സ് വരച്ചതിന് ശേഷം ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമ്മൾ വരച്ചതിന് ശേഷം ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് HP മായിട്ട് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നു. അപ്പം നമ്മുടെ മൂന്നാമത്തെ ഫിഗർ, ഈ ഫസ്റ്റും സെക്കൻഡ് ഫിഗർ കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത് വരയ്ക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? വീണ്ടും ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കുന്നത്. അത് HP മായിട്ട് 30 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്തിട്ട് നമ്മൾ അവിടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. ഫ്രണ്ട് വ്യൂവിന് പ്രൊജക്ഷൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. ഓക്കെ, ടോപ്പ് വ്യൂ വരച്ചതിന് ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന് അടുത്ത കേസ് പറഞ്ഞിരിക്കുന്നത് VP മായിട്ട് 60 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്ന VP മായിട്ടുള്ള നമ്മൾ കേസ് വരയ്ക്കുന്നു. ഓക്കെ, അത് 60 ഡിഗ്രിയില് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു എഡ്ജ് നമ്മൾ ഏതാണോ HP ഇൻക്ലൈൻ ചെയ്യുന്നത് ആ ഒരു എഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യണം? 60 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ 60 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയേക്കുന്ന ഇവിടെ നാലാമത്തെ ഫിഗറിൽ കിട്ടിയേക്കുന്ന CP എന്ന് പറയുന്ന ഈ ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് സെയിം ഡയമെൻഷൻസ്, ഈ നാലാമത് കിട്ടിയേക്കുന്ന ഈ ഡയമെൻഷൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ VPയിലെ ഫിഗർ വരയ്ക്കുന്നു. അവിടെ നിന്ന് ടോപ്പിലേക്ക് നമ്മൾ പ്രൊജക്ഷൻസ് എടുക്കുന്നു. പ്രൊജക്ഷൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനൽ ആറാമത്തെ ഫിഗർ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നെയിമിംഗ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ മൂന്നാമത്തെ ഫിഗർ തൊട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1ന്റെ താഴെയായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിനെല്ലാം ഇവിടെ നിന്ന് വന്ന് കഴിയുമ്പോൾ 1 എന്നോ അല്ലെങ്കിൽ 1 1 4 1 3 1 2 1 3 1 A1 B1 അങ്ങനെ നെയിമിംഗ് കൊടുക്കാം. എന്ന് പറയുമ്പോൾ എക്ക് പകരം നമ്മള് A1 എന്ന്, 2ന് പകരം 2 1 എന്ന്, 4ന് 4 1 താഴെ 4 1ന്റെ താഴെയായിട്ട് നമ്മള് 4 1 എന്ന് കൊടുക്കുന്നു. ഡിയുടെ താഴെ D1 എന്നും 3യുടെ താഴെ 3 1 എന്ന് കൊടുക്കാം. അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പോകും. ഈ ഒരു പർട്ടിക്കുലർ സാധനമാണ് നമ്മൾ ഇവിടേക്ക് പ്ലേസ് ചെയ്തെന്നുള്ള കൺഫ്യൂഷൻ വ്യത്യാസം പോകും. എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ഫിഗറിൽ വരച്ചിരിക്കുന്ന എന്താണ്? A1 B ബ്രാക്കറ്റിൽ 2 അങ്ങനെയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോൾ വീണ്ടും ഈ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഈ ഫൈനൽ അഞ്ചാമത്തേനകത്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഈ നാലാമത്തെ ഫിഗറിൽ നമ്മൾ 3 4 ഡയമെൻഷൻസ് ഇവിടെ കൊടുക്കുന്ന A' എന്ന് പറയുന്നതിന് പകരം A1' നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഡയമെൻഷൻസ് നിങ്ങൾ വ്യത്യാസം വരുത്തുന്നത് പറയുമ്പോൾ നെയിമിംഗ് വ്യത്യാസം വരുത്തിയാല് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ കൺഫ്യൂഷൻ മാറും. ഓക്കെ ആണോ? ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡൗൺലോഡ് ചെയ്തവര് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ കോൺ ഓഫ് ബേസ് 80 mm diameter, a cone of base diameter 80 mm and height 100 mm lies with one of its generators on HP, and the axis appears to be inclined to VP. Axis appears to be inclined to HP at an angle of 40 degree. Angle എന്ന് പറയുന്നത് 40 degree in top view. Okay, draw its top view and front view. Final top view, front view ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു കോൺ ഉണ്ട്. കോണിന്റെ ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 80 mm,
ഹൈറ്റ് എന്ന് പറയുന്നത് 100 mm ആണ്. 100 mm ആണ്. അതിന്റെ ജനറേറ്റേഴ്സ് ഇംപ്ലാന്റ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ HP-യില് ലൈവ് ചെയ്യുന്നു. ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് HP-യില് ലൈവ് ചെയ്യുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആക്സിസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻ ടു 40 ഡിഗ്രി ടു VP. VP-യിലേക്ക് ഇൻക്ലിനേഷൻ 40 ഡിഗ്രി ആണ്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കോണുണ്ട്. ആ കോണിന്റെ ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത്, ഈ ടോട്ടൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 80 mm ആണ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ആക്സിസിന്റെ ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ് അല്ല, ആക്സിസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 100 ആണ് അല്ലെ? അതിനുശേഷം ഇപ്പം സിമ്പിൾ ഫിഗർ വരയ്ക്കാം. ഇത് HP-യിൽ ലൈവ് ചെയ്യുകയാണ്. ലൈവ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂവും അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂവും എങ്ങനെ വരും? ആദ്യം സിമ്പിൾ ഫിഗർ നിങ്ങൾ വരയ്ക്കാം. ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരുന്ന സിമ്പിൾ ഫിഗർ വരയ്ക്കാം. ഓക്കെ ആണോ? അപ്പം ആദ്യം സിമ്പിൾ ഫിഗർ ഞാൻ വരയ്ക്കുന്നു. ടോപ്പ് വ്യൂ എങ്ങനെ വരും? ഒരു സർക്കിൾ ഷേപ്പ് ആയിരിക്കും വരുന്ന സർക്കിള്. അതിനെ ഞാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ABCD എന്നിട്ട് OPയിലേക്ക് ഞാൻ മാർക്ക് ചെയ്തു. എല്ലാ പോയിന്റ്സിലേക്കും ഞാൻ മാർക്ക് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം പ്രൊജക്ഷൻസ് എടുക്കുന്നു. തിൻ ലൈൻസും പ്രൊജക്ഷൻസ് ഞാൻ മുകളിലേക്ക് മാർക്ക് ചെയ്തു. ഓക്കെ. അതിനുശേഷം എന്താണ്? ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 80 mm ആണ്. റേഡിയസ് ഞാൻ 40 mm എടുക്കുമ്പോ അതിനുശേഷം എന്താണ്? ഹൈറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 100 mm ആണ് പറഞ്ഞിരിക്കുന്നത്. 100 mm നോട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് 100 mm ഞാൻ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിനു ശേഷം ഈ പോയിന്റ് ആണ് എന്റെ O' പറയുന്നത്. O' നിന്ന് ഞാൻ ഈ പോയിന്റ് ആയ A' മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ O' നിന്ന് ഇവിടേക്ക് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റ് എന്ന് പറയുന്നത് C' വരും. C' വരും. പിന്നെ D' വരും. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ B ആണ് കാണാൻ പറ്റുന്നത്. D' ഞാൻ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം നെയ്തിക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സെഗ്മെന്റ്സ് കുറച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും സെഗ്മെന്റ്സ് എടുത്ത് വരച്ചാൽ മതി. ഇനി എന്താ ചെയ്യുന്നത്? സെക്കൻഡ് കേസ് എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറേറ്റർ ഈ കോഡിന്റെ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് HP-യിൽ ലൈവ് ചെയ്യും. കോഡിന്റെ ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പോയിന്റ് ഇവിടെ നിന്ന് ഇതിന്റെ എൻഡിലേക്ക്, ഈ ഒരു സൈഡിൽ നിന്ന് ഇതിന്റെ സെന്ററിലേക്ക്, അപ്പെക്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ലൈൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ C', O'. ഈ കേസിലാണെങ്കിൽ C', O' എന്ന് പറയുന്ന സ്ലാൻഡ് ഹൈറ്റിനെ നമ്മൾ എന്താക്കുന്നു? സ്ലാൻഡ് ഹൈറ്റിനെ ഇവിടെ പ്ലേസ് ചെയ്യണം. എന്ന് പറയുമ്പോൾ C' ഞാൻ മാർക്ക് ചെയ്യുന്നു. C' നിന്ന് O' വരെ ഇവിടെ നമുക്ക് കോമ്പസിൽ മെഷർ ചെയ്യാം. C' നിന്ന് O' വരെയുള്ള കോമ്പസിൽ എടുക്കുക. അത് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇത് O' വരും. അതിനുശേഷം എന്താണ്? C' നിന്ന് A'-ലേക്കുള്ളത് കോമ്പസിൽ എടുക്കുക. C' നിന്ന് A'-ലേക്കുള്ള കോമ്പസിൽ എടുക്കും. ആർക്ക് കട്ട് ചെയ്യുന്നു. അതിനുശേഷം O' നിന്ന് A'-ലേക്ക്, O' നിന്ന് A'-ലേക്കുള്ളത് എടുക്കുക. അത് കട്ട് ചെയ്യുന്നു. ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇതിനെല്ലാം ഞാൻ A', A1', C1', O1' എന്ന് എഴുതി കൊടുക്കും. എന്നിട്ട് എന്താണ്? A', A1' നിന്ന് C1'ലേക്കും A1' നിന്ന് O1'ലേക്കും മാർക്ക് ചെയ്യും.
അതിനുശേഷം എന്താണ് C1' A1' എനിക്ക് എന്തുണ്ട് ബി ഉണ്ട് ഡി ഉണ്ട്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കാം. സിയിൽ നിന്ന് ബി ഡാഷിലേക്കുള്ളത് കോമ്പസിൽ എടുക്കുക കട്ട് ചെയ്യാം. അപ്പം CB1' അതുപോലെ തന്നെ ലാറ്ററില് D1' വരും. അത് ഞാൻ എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അതിനുശേഷം താഴേക്ക് ഞാൻ പ്രൊജക്ട് ചെയ്യുന്നു. തിൻ ലൈൻസില് താഴേക്ക് പ്രൊജക്ഷൻസ് വരയ്ക്കാം. തിൻ ലൈൻസിൽ വേണം വരയ്ക്കാൻ. പ്രൊജക്ഷൻസ് താഴേക്ക് വരച്ചിടുന്നു. അതിനുശേഷം എന്താണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഡി എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഞാൻ റൈറ്റിലേക്ക് ലൈൻ വരയ്ക്കുന്നു. അപ്പം ഇത് തേർഡ് ഫിഗർ ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇത് ഫോർത്ത് ഫിഗർ. അപ്പൊ ഫോർത്ത് വൺ വരുമ്പോ മാറിക്കുക. ഇവിടെ ഡി ആണ് വരുന്നത്. അപ്പൊ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് D1 വരും. അതുപോലെ തന്നെ AC വരും. അപ്പൊ അത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പം A ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ O ഉണ്ട്, പിന്നെ P ഉണ്ട്, C ഉണ്ട്. അപ്പം ഇത്രയും പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് A1. ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് ഇത് C, ഇവിടെ നിന്ന് എന്ത് വരും ഇത് A1. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് O1'. ഈ ഒരു പോയിന്റ് ഞാൻ എന്റെ P' വരും. അപ്പൊ P1 ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം എന്താണ് ഇത് B ആണ്. ഈ എന്ന് പറയുന്നത് B. അപ്പൊ B യിൽ നിന്ന് പ്രൊജക്ഷൻസ് എടുക്കുന്നു. ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്ത് വരും B1 വരും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത് അല്ലെ? ഇങ്ങനൊരു പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കോഡ് ഇരിക്കുന്നത്. ജനറേറ്റേഴ്സില് HP-യിൽ ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ. അപ്പം ബോളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഏതൊക്കെ കാണാൻ പറ്റും? ഇവിടെ ടോപ്പിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഈ ഒരു പോയിന്റ് കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇത് O ആണ്. Oയിൽ നിന്ന് ഇവിടേക്ക് മാർക്ക് ചെയ്തേക്കുന്ന ഈ പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു സർക്കിളും എനിക്ക് കാണാം. പിന്നെ ഈ രണ്ട് സൈഡിലും ജനറേറ്റേഴ്സ്, ഈ രണ്ട് സൈഡിലെ ജനറേറ്റേഴ്സ് കാണാം. ഓപ്പോസിറ്റ് സൈഡിലെ ജനറേറ്റർ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ സർക്കിൾ ഫുൾ എനിക്ക് കാണാൻ പറ്റും. പിന്നെ ജനറേറ്റേഴ്സിന്റെ കേസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഈ ആർക്കിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഈ പോയിന്റിലൂടെല്ല ആർക്ക് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, സർക്കിൾ ആയിരിക്കുന്നില്ല കിട്ടുന്നത്, എലിപ് ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. സർക്കിൾ അല്ല, എലിപ് ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. പെൻസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഫ്രീ ഹാൻഡ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. കോർണർ സിലിണ്ടർ വരുവാണെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻസ് അല്ല വരയ്ക്കുന്നത്. എന്താ വരയ്ക്കുന്നത്? ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ എലിപ് ഷേപ്പിലായിരിക്കും വരയ്ക്കുന്നത്. അതിനുശേഷം എന്താണ് ഡിയിൽ നിന്ന് ഓയിലേക്കുള്ള ലൈന് നമുക്ക് കാണാം, ബിയിൽ നിന്ന് ഓയിലേക്കുള്ളതും കാണാം. കാരണം ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? അതിനുശേഷം എന്താണ് എ നോക്കും. കാരണം നമ്മൾ നോക്കുന്നത് മുകളിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു പൊസിഷനിൽ നോക്കിയാൽ എയിൽ നിന്ന് ഓയിലേക്കുള്ളത് നമുക്ക് കാണാം. പിന്നെ സിയിൽ നിന്ന് ഓയിലേക്കുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെന്താണ് ആക്സിസ്. ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയും എന്താണ് മൂന്നാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത്? VP-മായിട്ട് എന്ത് ചെയ്യണം? ഈ ആക്സിസ് എന്ന് പറയുന്നത് O', P' പറയുന്നത് ഈ ഒരു ആക്സിസ് ഈ നമ്മുടെ VP-മായിട്ട് ഇൻക്ലൈൻ. ഇത് VP ആണെങ്കിൽ ഈ VP-മായിട്ട് എന്ത് ചെയ്യണം? ഇൻക്ലിനേഷൻ എത്ര ആംഗിളിലാണ് പറഞ്ഞിരിക്കുന്നത്? 40 ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 40 ഡിഗ്രി ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആക്സിസ് വെക്കണം. അപ്പം ഇതിലൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഈ ലൈൻ എല്ലാം വരയ്ക്കുന്നതിന് 40 ഡിഗ്രിയിൽ വരയ്ക്കുക. വരയ്ക്കുന്നതിന് ശേഷം ഇവിടെ എഡ്ജസ് VP-യിൽ മീറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആക്സിസോ ഈ ഒരു പർട്ടിക്കുലർ എഡ്ജസോ ഒന്നും മീറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ലൈ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഈ പറയുന്ന XY ലൈനിൽ നിന്ന് ഒരു ഹൈറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? O' മാർക്ക് ചെയ്യാം.
സോറി O1 മാർക്ക് ചെയ്യാം. O1 കാരണം ഇതേ ഡയമെൻഷൻസ് എടുത്താണ് നമ്മൾ ഇവിടേക്ക് വരയ്ക്കാൻ പോകുന്നത്. ഈ ഡയമെൻഷൻസ് എടുത്താണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇനി ഇത് എങ്ങനെ വരയ്ക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഡിയിൽ നിന്ന് ഇവിടേക്ക് മാറി വരുന്ന ഈ സി എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഇതിനെ ഒരു റെക്ടാങ്കിൾ ആക്കി മാറ്റുക. കണ്ടോ, ഞാനിപ്പോ മാർക്ക് ചെയ്തേക്കുന്ന പോലെ ഈ ഡി ഡാഷിന്റെ നേരെ C1 ഡാഷിൽ നിന്ന് വരുന്ന ലൈന് ഈ വരുന്ന ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ O ഡാഷിലേക്ക് വരുന്നത് ഇതൊരു റെക്ടാങ്കിൾ ആക്കി മാറ്റും. റെക്ടാങ്കിൾ ഷേപ്പ് ആക്കി മാറ്റാം. റെക്ടാങ്കിൾ ഷേപ്പിന്റെ ഏകദേശം സെന്ററായിട്ടായിരിക്കും വരുന്ന എന്ത് ഈ പറയുന്ന O ഡാഷ് C1 O1 C1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഓയിൽ നിന്ന് C1 എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ മാറ്റി. അപ്പൊ ഇതെന്ന് പറയുന്നത് C1 കിട്ടും. അതിനുശേഷം എന്താ C1 നിന്ന് ഇത്രയും ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് അതുപോലെ തന്നെ C1 താഴേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് നിങ്ങൾ ഒരു റെക്ടാങ്കിൾ നമ്മൾ ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ, റെക്ടാങ്കിൾ ഫോം ചെയ്യുന്നു. റെക്ടാങ്കിൾ ഫോം ചെയ്യുന്നു. അപ്പൊ O ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയിട്ടുണ്ട്, C1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ A1 എന്നുള്ള പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. കാരണം C1ലാണ് A1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ അത് നിങ്ങൾ മാർക്കാം. അതിനുശേഷം എന്താണ്, ഈ ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് B1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ഇത്രയും കോമ്പസ് എടുത്തിട്ട് B1 മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിലൂടെ ജനറേറ്റർ വരയ്ക്കാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എലിപ്സ് ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം എന്താണ്, ഇവിടെ ചെയ്തേക്കുന്ന പോലെ തന്നെ B1 നിന്ന് ഓയിലേക്കും B1 നിന്ന് ഓയിലേക്കും A1 നിന്ന് മാറിയ C1 നിന്ന് ഡോട്ടഡ് ലൈൻസ്, അതിന്റെ ഇടയ്ക്ക് P1 ഇത്ര ഓക്കെ ആണല്ലോ, ഇത്ര ഓക്കെ അല്ലേ? അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് റദ്ദ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ തിൻ ലൈൻസിൽ വേണം നിങ്ങൾ വരയ്ക്കാം. ഏറ്റവും തിൻ ലൈൻസിൽ വേണം വരയ്ക്കാം, തിൻ ലൈൻസിൽ വരയ്ക്കാം. അതിനുശേഷം എന്താണ്, C1 നിന്ന് പ്രൊജക്ഷൻ ലൈൻസ് മുകളിലേക്ക് വരയ്ക്കാം, B1 നിന്ന് വരയ്ക്കാം, A1 നിന്ന് O1 നിന്നും അതുപോലെ തന്നെ B1 നിന്ന് പ്രൊജക്ഷൻസ് മുകളിലേക്ക്, പിന്നെ P1 ഇത്രയും പോയിന്റ്സിൽ നിന്ന് നിങ്ങൾ പ്രൊജക്ഷൻസ് മുകളിലേക്ക് വരയ്ക്കാം. മുകളിലേക്ക് വരച്ചതിന് ശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അഞ്ചാമത്തെ ഫിഗറും കിട്ടും. ഈ മൂന്നാമത്തെ ഫിഗറിൽ നിന്ന് പ്രൊജക്ഷൻസ് നമ്മൾ എന്തെങ്കിലും റൈറ്റിലേക്ക് വരയ്ക്കാം. അപ്പം A ഡാഷിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് വരയ്ക്കുന്നത്. A ഡാഷിൽ നിന്ന് വരയ്ക്കുമ്പോൾ A ഡാഷില് ഇവിടുത്തെ എവിടാണോ A ഡാഷിന് വരുന്നത്, ഇവിടുന്ന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് A1 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ A1 ഡാഷ് മാർക്ക് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ B1 ഡാഷിൽ നിന്ന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ പോയിന്റ് എന്ന് പറയുന്നത് B1 ഡാഷ്, അത് ഞാൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ പോയിന്റ് എന്ന് പറയുന്നത് B1 ഡാഷ്. അതുപോലെ C എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പം C എന്ന് പറയുന്ന പോയിന്റ് ഇത് വരും. അപ്പം C1 ഡാഷ്, അടുത്തത് ഇത് O. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ പോയിന്റിലൂടെ അല്ല ഈ ഹാൻഡായിട്ട് ഈ ഷേപ്പില് ആർക്ക് വരയ്ക്കാം, എലിപ്സ് വരയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നാണ് ഞാൻ നോക്കുന്നത്. നോക്കിക്കഴിയുമ്പോൾ ഈ പറയുന്ന ബിയിൽ നിന്ന് ഓയിലേക്കും പ്രൊജക്ടേഴ്സ് ഉണ്ട്, പിന്നെ എയിൽ നിന്ന്
ഓയിലേക്ക് കൊണ്ട് സിയിൽ നിന്നും വരയ്ക്കുക. പിന്നെ എന്താണ് ഈ ഡിയിൽ നിന്ന് ഓയിലേക്ക് എന്താണ് ജനറേറ്റർ ഇല്ലാത്ത ഡോട്ടഡ് ആയിട്ട്. അപ്പം ഇതായിരിക്കും ഫൈനൽ ഒരു കോണിന്റെ ഷേപ്പ് വരും. ഓക്കെ ആണോ? ഇതാണ് സൊല്യൂഷൻ വരുന്നത്. കോണിന്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. അതാണ് ഫസ്റ്റ് ഫിഗർ. ഫസ്റ്റ് ഫിഗർ ആയിട്ട് നമ്മള് കോണിന്റെ ഈ ടോപ്പ് വ്യൂ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ടോപ്പ് വ്യൂ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അവിടുന്ന് പ്രൊജക്ടേഴ്സ് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. 100 mm എൻഡ് ജനറേറ്റേഴ്സ് വെച്ച് നമ്മൾ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്നു. അപ്പൊ 100 mm എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പറയുന്ന ഫ്രണ്ട് വ്യൂ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഇത് സെക്കൻഡ് ഫിഗർ ആണ്, ഇത് ഫസ്റ്റ് ഫിഗറും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്രൊജക്ഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. പ്രൊജക്ഷൻസ് നമ്മൾ എടുക്കുന്നു. സോറി, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറേറ്റേഴ്സ്. ഇതാണ് നമ്മുടെ തേർഡ് ഫിഗർ ആയിട്ട് വരുന്നത്. HP-യില് ഈ പറയുന്ന ജനറേറ്റർ, ഇതാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ ജനറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ജനറേറ്ററിന് HP-യിലേക്ക് ലൈവ് ചെയ്യിക്കണം. HP-യിലേക്ക് ലൈവ് ചെയ്ത് എൻഡ് ജനറേറ്റർ എന്ന് പറയുന്നത് HP-യിലേക്ക് ലൈവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുത്തിട്ട് OG എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്ത്, ഇപ്പൊ ഇവിടെ എടുത്തേക്കാണ് OG എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തു. അതിനുശേഷം G' A' നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. OA-യിൽ നിന്നും ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. അതിനുശേഷം A-യിൽ നിന്ന് G-യിലേക്കും വരയ്ക്കുന്നു, A-യിൽ നിന്ന് O-യിലേക്കും വരയ്ക്കുന്നു. G' നിന്ന് D' വരെ, D' വരെയുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് G' നിന്ന് എവിടേക്ക്, ഈ പറയുന്ന ഇവിടെ ഈ ഒരു ലൈനിൽ നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതായിരിക്കും നമ്മുടെ D' എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ് അത് നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം G' നിന്നും D' നിന്നും A' നിന്നും O' നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻസ്, പ്രൊജക്ഷൻ ലൈൻസ് താഴേക്ക് എടുക്കുന്നു. താഴേക്ക് എടുത്തിട്ട് നാലാമത്തെ ഫിഗർ ആണ് വരയ്ക്കുന്നത്. ഈ പർട്ടിക്കുലർ നമ്മുടെ ടോപ്പ് വ്യൂ, സിമ്പിൾ ഫിഗറിൽ നിന്നുള്ള ടോപ്പ് വ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊജക്ട് ചെയ്യുന്നു. പ്രൊജക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എലിപ്സ് ഷേപ്പ് ഫോം ചെയ്യുന്നു. കോണിന്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഞ്ചാമത്തെ ഫിഗർ നമ്മൾ വരയ്ക്കുന്നതെന്ന് പറയുന്നത് HP-യിലേക്ക് ഈ പറയുന്ന ആക്സിസിനെ ഇൻക്ലൈൻ ചെയ്യും. 40 ഡിഗ്രിയിൽ നമ്മൾ ഇൻക്ലൈൻ ചെയ്തിട്ട് ഒരു ലൈൻ ആദ്യം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ലൈൻ വരച്ചതിന് ശേഷം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O നമ്മൾ മാർക്ക് ചെയ്തു. O മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് G-യും മാർക്ക് ചെയ്യാം, അതുപോലെ തന്നെ A-യും മാർക്ക് ചെയ്യാം. അതിന് കുഴപ്പമില്ല. പക്ഷെ M-ഉം D-യും മാർക്ക് ചെയ്യണമെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റൻസിൽ ഈ ആംഗിൾ വെച്ച് നമ്മൾ വരയ്ക്കണം. അതിലും എളുപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഈ O-യിൽ നിന്ന് ഒന്നെങ്കിൽ നമുക്ക് ഈ കേസ് ആകുമ്പോൾ ഇത്തിരി എളുപ്പമാണ്, ഒന്നെങ്കിൽ ഇതിനെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലേക്ക് മാറ്റാം. ഇതിനെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലേക്ക് മാറ്റി ആ ഒരു റെക്ടാംഗിൾ തന്നെ G-യിൽ നിന്ന് ഒരു റെക്ടാംഗിൾ തന്നെ ഞാനിവിടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, M-ഉം D-യും മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ ഈ പറയുന്ന എലിപ്സ് ഷേപ്പിലേക്ക് മാറ്റുന്നു. അവിടെ നിന്ന് O-യിലേക്ക് ജോയിൻ ചെയ്യും. ആ കോണിനെ അവിടെ നിന്ന് ഞാൻ പൊസിഷൻസ് എല്ലാം മുകളിലേക്ക് എടുത്തിട്ട് ഈ ഒരു തേർഡ് ഫിഗറിൽ നിന്നും പൊസിഷൻസ് എടുത്തിട്ടാണ് ഞാൻ ഫൈനൽ ഈ ഒരു ഫിഗർ മേക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ, ചെയ്ത് നോക്കാം. ഇതുപോലെ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ടോട്ടൽ ഒരു 10 ക്വസ്റ്റ്യൻ